കെ.എസ്.യുവിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്ര പൊളിഞ്ഞു. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നടത്തിയ യാത്രയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികൾ പങ്കെടുത്തില്ല. ജാഥ പൂർത്തിയായ 12 ജില്ലകളിൽ നിന്നായി 210-ലധികം ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു. രാസലഹരി മാഫിയക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു കെ.എസ്.യുവിന്റെ ക്യാമ്പസ് ജാഗരൺ യാത്ര. എന്നാൽ ഓരോ ജില്ലയിലും യാത്ര എത്തിയപ്പോൾ നേതാക്കൾ പങ്കെടുക്കാത്തതിനാൽ യാത്ര പൊളിഞ്ഞു. പര്യടനം പൂർത്തിയാക്കിയ 12 ജില്ലകളിൽ യാത്രയിൽ പങ്കെടുക്കാത്തതിന് 210-ലധികം ഭാരവാഹികളെ കെ.എസ്.യു സസ്പെൻഡ് ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് സസ്പെൻഷൻ. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ 30 പേരെയും, കണ്ണൂർ 17, വയനാട് 45, മലപ്പുറം 40, പാലക്കാട് 18, തൃശൂർ 12 പേരെയുമാണ് സസ്പെൻഡ് ചെയ്തത്. മറ്റു ജില്ലകളിലും നടപടിയെടുത്തവരുടെ എണ്ണം യാത്ര ഇന്ന് സമാപിക്കുന്നതോടെ പുറത്തുവരും. കഴിഞ്ഞ 11-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ലഹരിക്കെതിരെ പോലീസ് എക്സൈസ് നടപടികൾ ശക്തമാക്കിയതോടെ കെ.എസ്.യു പ്രവർത്തകരടക്കം നിരവധി പേർ പിടിയിലായിട്ടുണ്ട്. എറണാകുളത്ത് യാത്രക്ക് സ്വീകരണമൊരുക്കാൻ കുപ്രസിദ്ധ കൊട്ടേഷൻ ലഹരിക്കടത്ത് തലവൻ മരട് അനീഷും പങ്കെടുത്തത് വിവാദമായിരുന്നു. കെ.എസ്.യു പ്രവർത്തകർക്ക് ലഹരി ഉപയോഗവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ വി.ഡി. സതീശന്റെ ആരോപണങ്ങളും പൊളിഞ്ഞിരുന്നു. ഇത്തരത്തിൽ പ്രതിസന്ധിയിലായ കെ.എസ്.യുവിന്റെ ലഹരി വിരുദ്ധ യാത്രയാണ് പൊളിഞ്ഞത്. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.